നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷിത വിദ്യാരംഭം 2025. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ചു, സ്റ്റിക്കർ പതിച്ചു, ബസ് ജീവനക്കാർക്ക് പരിശീലനം. കോട്ടയം ജില്ലയിൽ കോവിഡ് കേസുകൾ മെല്ലെ ഉയരുന്നു. ജില്ലയിൽ 72 പോസിറ്റീവ് കേസുകൾ. ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് ആരോഗ്യവകുപ്പ്. KSEBയുടെ കൈത്താങ്ങ്. ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റടി മഹോത്സവം. ഞാറുനട്ട് കൃഷിമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ചെലവ് കുറയുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. വാർത്തകൾ വിശദമായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ് പരിശോധനയും ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസും നടത്തി. കോട്ടയം താലൂക്കിൽ 400 സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചു. സ്കൂൾ അധ്യയന വർഷത്തിന്റെ ആരംഭ ഭാഗമായി ഗതാഗത വകുപ്പ് നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം RTOയുടെ നേതൃത്വത്തിൽ സുരക്ഷിത വിദ്യാരംഭം 2025 നടന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി സ്കൂൾ ബസ് ജീവനക്കാർക്കുള്ള പരിശീലന പരിപാടിയും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സുരക്ഷിത വിദ്യാഭ്യാസം 2025ന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കോട്ടയം താലൂക്കിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന മണർകാട് പള്ളി മൈതാനത്താണ് നടന്നത്. 400 വാഹനങ്ങൾ പരിശോധിച്ചു. പരിശോധനയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുവന്ന വാഹനങ്ങൾക്ക് പ്രത്യേക സ്റ്റിക്കർ പതിച്ചു. 2025 അധ്യയന വർഷത്തിനനുബന്ധിച്ച് സുരക്ഷിത വിദ്യാരംഭത്തിന്റെ ഭാഗമായി ഈ കോട്ടയം താലൂക്കിലെ 400ഓളം വാഹനങ്ങൾ ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ എല്ലാ വാഹനങ്ങളും തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ ഏകദേശം കുറച്ച് വാഹനങ്ങൾ 10-20 വാഹനങ്ങൾക്ക് യാന്ത്രികമായ ക്ഷമതയില്ലാതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വാഹനങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് ഞങ്ങൾ മെയിൻ്റനൻസിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ആ വാഹനങ്ങളിൽ യാന്ത്രിക തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം അതിന് ഞങ്ങൾ സ്റ്റിക്കർ പതിക്കുന്നതായിരിക്കും. മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ഏകദേശം ഞങ്ങൾ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതിന് കൂടാതെ നമ്മൾ ആയമാർക്കും ഡ്രൈവർമാർക്കും ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് നിർബന്ധമായ എല്ലാ സ്കൂളിലെ ആയമാരും ഡ്രൈവർമാരും നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച വാഹനങ്ങൾക്ക് നമ്മൾ സ്റ്റിക്കർ പതിക്കുകയാണ്. സ്റ്റിക്കർ പതിച്ച വാഹനങ്ങൾ മാത്രമേ നമ്മൾ നിരത്തിൽ ഓടാൻ സമ്മതിക്കുകയുള്ളൂ. മണർകാട് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി കോട്ടയം ജോയിന്റ് RTOയുടെ ചുമതലയുള്ള കോട്ടയം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സാമുവേൽ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ, AMVIമാരായ ജോർജ് വർഗീസ്, മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ, വിദ്യാവാഹൻ ആപ്ലിക്കേഷൻ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ നടന്നു. കോട്ടയം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മെൽവിൻ ക്ലേറ്റസ്, രാജേഷ് കുമാർ, രഞ്ജിത്ത് S, AMVIമാരായ ഉമാനാഥ്, ശ്രീകുമാർ, സജിത്ത്, വിമൽ, ഋഥുൻ, ശരത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം മെല്ലെ ഉയരുന്നു. ചൊവ്വാഴ്ച വരെ ജില്ലയിൽ 72 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച 72 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മെയ് മാസത്തിലാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന കണ്ടു തുടങ്ങിയത്. ഏപ്രിൽ അവസാനം വരെ ദിവസവും 1-2 പേർക്ക് മാത്രമായിരുന്നു അസുഖം സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ മെയ് മാസമായപ്പോൾ ഇത് ക്രമാതീതമായി വർദ്ധിച്ചു. പനി വർദ്ധിക്കുകയും കൂടുതൽ പേർ രോഗപരിശോധന നടത്തുകയും ചെയ്യുന്നതിനാലാണ് രോഗികളുടെ എണ്ണത്തിൽ വർധന കാണിക്കുന്നത്. ഇപ്പോൾ പനി ബാധിച്ച് ദിവസവും 250 മുതൽ 300 പേർ വരെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൂടുതലായി കോവിഡ് രോഗികൾ ഉണ്ടാകുന്ന സാഹചര്യം കോട്ടയം ജില്ലയിലില്ല. പനി, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളാണ് കൂടുതലായി കാണിക്കുന്നത്. സമ്പൂർണ്ണ വിശ്രമം, മാസ്ക് ധരിക്കൽ എന്നിവയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ. ഭയപ്പെടേണ്ടതില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ KSEBയുടെ ചെറിയ കൈത്താങ്ങ്. ജൂൺ മാസത്തെ ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും. പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയും ദ്വൈമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 1 പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കും. പ്രതിമാസ ദ്വൈമാസം ബില്ലുകളിൽ ഇപ്പോൾ പ്രതി യൂണിറ്റിന് 8 പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത്. ഇത് യഥാക്രമം 5 പൈസയായും 7 പൈസയായും കുറച്ചുകൊണ്ട് KSEB ഉത്തരവിറക്കി. ഈ വർഷം തന്നെ ഏപ്രിലിലും ദ്വൈമാസ ബില്ലുകളിലെ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു. 1000 വാട്ട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗം ഉള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെയും ഗ്രീൻ താരിഫിലുള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ആധുനിക സാങ്കേതിക വിദ്യ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ കർഷകന്റെ ചെലവ് കുറയുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഞാറ്റടി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റടി മഹോത്സവം പുത്തൂർ കാട്ടൻപത് പാടശേഖരത്ത് കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാടത്ത് ഇറങ്ങി യന്ത്രവൽകൃതമായി ഞാറ് നട്ടാണ് ഞാറ്റടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ കർഷകരുടെ ചെലവ് കുറയുമെന്നും വരുമാനം വർദ്ധിപ്പിക്കാനാകുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഡ്രോൺ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ 40% വിത്ത് കുറച്ച് ഉപയോഗിച്ചാൽ മതിയെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. വിത്തിനുള്ള ചെലവ് കുറയുന്നതിനൊപ്പം മികച്ച വിളവും വരുമാനവും കർഷകന് ലഭിക്കുന്നു. സ്മാർട്ട് ഫാമിംഗ് ആണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. കർഷകന്റെ ചെലവ് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും മില്ലുകാരുടെ ചൂഷണത്തിന് കർഷകരെ വിട്ടുകൊടുക്കാതെ നെല്ലു സംഭരണത്തിന് കൃഷിവകുപ്പ് മുഖേന സംവിധാനമുണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞു. 4000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷി ചെയ്യുന്നത് കർഷകനാണെങ്കിലും കൃഷിയുടെ ആനുകൂല്യം പറ്റുന്നത് മുഴുവൻ ആളുകളുമാണ്. കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ നമ്മൾ കുറവാണെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയോട് ഗൗരവം കാട്ടണം, പ്രാധാന്യം കൽപ്പിക്കണം എന്നെല്ലാം പറയുന്നത്. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, സർക്കാരുകളുടെയും ഉത്തരവാദിത്വമാണ്. മില്ലുകാർ നെല്ല് ഏറ്റെടുക്കാതെ വരുന്നതാണ് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇതിന് ശാശ്വത പരിഹാരമെന്നോണം സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തി. കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലായി 2 നെല്ല് സംഭരണ സംസ്കരണ കേന്ദ്രങ്ങളാണ് വരുന്നതെന്നും 80,000 മെട്രിക് ടൺ നെല്ല് വരെ ഇവിടെ സംഭരിക്കാൻ സാധിക്കുമെന്നും കാർഷിക മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി മന്ത്രി VN വാസവൻ പറഞ്ഞു. നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് രൂപവും ഭാവവും നൽകിയത്. കൃത്യമായി അകലം പാലിച്ചു, അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷിതമായും നമ്മുടെ വിളവെടുക്കുന്ന കാലഘട്ടത്തിൽ ഏറെ സുരക്ഷിതമായി വിളവെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് യന്ത്രം ഞാറുനടീ രംഗത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OS അനീഷ് കുമാർ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിനു, ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിന്ദു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സജിമോൾ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CT രാജേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ PS ഷീനാമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജയൻ K മേനോൻ, രശ്മി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം CMS കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പലായി ഡോക്ടർ അഞ്ജു സൂസൻ ജോർജ് ചുമതലയേറ്റു. കോളേജിന്റെ 208 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രിൻസിപ്പലാണ് ഡോക്ടർ അഞ്ജു. 1 വർഷം മുൻപ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജായി ഡോക്ടർ അഞ്ജു ചുമതലയേറ്റെടുത്തിരുന്നു. 2007 ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് CMS കോളേജിൽ ചേർന്നത്. കേരള സർവകലാശാലയിൽ നിന്നും ഓട്ടിസം സ്റ്റഡീസിൽ PhD നേടിയിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ അയർക്കുന്നത്ത് ജനസദസ്സ് സംഘടിപ്പിച്ചു. ഭീകരവാദ പ്രവർത്തനം എതിർക്കപ്പെടണമെന്ന് ജനസദസ്സ് ഉദ്ഘാടനം ചെയ്ത് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഭീകരവാദത്തിന് മറുപടി മാനവികതയാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി CPIM അയർക്കുന്നം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ്സ് സംഘടിപ്പിച്ചു. അയർക്കുന്നത്ത് നടന്ന ജനസദസ്സ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണത്തിന് വേണ്ടി ഇന്ത്യക്കകത്ത് ഭരിക്കുന്ന സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന സഹസ്രങ്ങൾ, ജനലക്ഷങ്ങൾ, ജനകോടികൾ ഉള്ള ഈ രാജ്യത്ത് യുദ്ധവും കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു യുദ്ധം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതിന്റെ കെടുതി മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാകെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത്തരം ഭീകരവാദികളുടെ ആക്രമണത്തെ നേരിടാൻ തക്ക വിധത്തിൽ ഉള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ പാരമ്യത്തിലെത്തിയിട്ടും ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന് ഡിജിറ്റൽ ഇന്ത്യ എന്ന പേര് കൊട്ടിഘോഷിക്കുമ്പോഴും ഈ ഭീകരവാദികൾ നുഴഞ്ഞു കയറി വരുമ്പോൾ ഈ പുൽവാമ, ഈ പഹൽഗാവ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഈ ഭീകരവാദികൾ എത്തുന്നത് വരെ എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് അറിഞ്ഞില്ല? ഇതൊരു ചോദ്യം തന്നെയല്ലേ?
അയർക്കുന്നം ഏരിയ കമ്മിറ്റി സെക്രട്ടറി PN ബിനു അധ്യക്ഷനായിരുന്നു. CPIM അയർക്കുന്നം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TS ജയൻ, PK മോനപ്പൻ, CPIM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റെജി സക്കറിയ, അയർക്കുന്നം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PK ഓമനക്കുട്ടൻ, KC ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കാടിനു നടുവിൽ അതിമനോഹരമായ വെള്ളച്ചാട്ടം. പാലാ കടനാട് പഞ്ചായത്തിലെ പാമ്പനാൽ വെള്ളച്ചാട്ടം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഇരട്ട വെള്ളച്ചാട്ടമാണ് പാമ്പനാലിലുള്ളത്. തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശം ഒരു കാടിലെത്തിയ അനുഭവമാണ് നൽകുന്നത്. 2 വെള്ളച്ചാട്ടങ്ങൾ പാമ്പനാലിൽ കാണാം. ഒരെണ്ണം അധികം ഉയരമില്ലാതെ പരന്നൊഴുകുന്നതും മറ്റൊന്ന് കുത്തനെ താഴേക്ക് പതിക്കുന്നതും. ഇരു വെള്ളച്ചാട്ടങ്ങളിലും അപകടമില്ലാതെ ഇറങ്ങാനും കുളിക്കാനും സാധിക്കും. മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ഫോട്ടോഷൂട്ടിനും അനുയോജ്യമാണ്. പാറക്കൂട്ടങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്ന ചെറുതോടും മികച്ച ഫ്രെയിമാണ്. നട്ടുച്ചയ്ക്ക് പോലും പ്രദേശത്ത് നല്ല തണലാണ്. പാലാ തൊരുവിട റോഡിൽ മാനത്തൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് മണിയാക്കുപാറ റോഡ് വഴി പോയാൽ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലെത്താം. യാത്രക്കാരെ സഹായിക്കാനായി ദിശാ ബോർഡുകളും റോഡിലുണ്ട്. പാമ്പാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ആവശ്യമായ വീൽ ചെയർ, സ്ട്രെച്ചസ്, ബക്കറ്റ്, മഗ് എന്നിവ സംഭാവന ചെയ്ത് പുതുപ്പള്ളി റോട്ടറി ക്ലബ്ബ്. കേന്ദ്ര സാമൂഹിക ക്ഷേമ മന്ത്രാലയവുമായി ചേർന്ന് നടത്തിയ ശാരീരിക സഹായ ഉപകരണങ്ങളുടെ വിതരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. റോട്ടറി പുതുപ്പള്ളി പ്രസിഡന്റ് കുര്യൻ പുന്നൂസ് അധ്യക്ഷനായ യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മനോജ് K അരവിന്ദിന് ഉപകരണങ്ങൾ കൈമാറി. പാലായിൽ നടന്ന KSEB ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പരാതി പ്രളയം. മാണി സി കാപ്പൻ MLA ആണ് യോഗം വിളിച്ചു ചേർത്തത്. പാല നിയോജക മണ്ഡലത്തിലെ KSEB സെഷനുകളിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി മുടക്കം ഉപഭോക്താക്കളെയും വ്യാപാരി സമൂഹത്തെയും വിവിധ സ്ഥാപനങ്ങളെയും ഗുരുതര പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ മാണി സി കാപ്പൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ പരാതി പ്രളയം. പാല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പരിധിയിലുള്ള 11 സെഷനുകളിലും കേന്ദ്രീകരിച്ച് ജനപ്രതിനിധികൾ, റെസിഡന്റ് അസോസിയേഷൻ, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായി. 2 മാസത്തിലൊരിക്കൽ യോഗം വിളിച്ചു ചേർത്ത് പരമാവധി പരാതികളും പ്രശ്നങ്ങളും പ്രാദേശികമായി പരിഹരിക്കണമെന്ന ആവശ്യവുമായിരുന്നു. ഓഫീസുകളിലേക്ക് വിളിക്കുന്ന ആളുകളുടെ ഫോൺ സ്വീകരിക്കുകയും ജീവനക്കാർ മാന്യമായി സംസാരിക്കുകയും പരമാവധി പരിഹരിക്കുന്നതിന് നടപടി ഉണ്ടാക്കണമെന്നും നിർദ്ദേശമുയർന്നു. 10,000 ഉപഭോക്താക്കളിൽ കൂടുതലുള്ള സെക്ഷനുകളെ വിഭജിച്ച് പുതിയ സെക്ഷൻ രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശം 1 മാസത്തിനകം സമർപ്പിക്കണം. 10 വർഷം മുമ്പ് 23,000 ഉപഭോക്താക്കളുള്ള ഈരാറ്റുപേട്ട മേജർ സെക്ഷൻ വിഭജിച്ച് കളത്തക്കടവിൽ പുതിയ സെക്ഷൻ ആരംഭിക്കണമെന്നുള്ള പ്രപ്പോസൽ നടപ്പിലാക്കി മലയോര മേഖലയിൽ നിന്നും പ്രതിസന്ധി പരിഹരിക്കണമെന്നും ആവശ്യമുയർന്നു. പാലാ സെക്ഷനിലെ പാലക്കാട്ടുമല ഭാഗത്തെ വോൾട്ടേജ് പ്രശ്നത്തിന് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമുയർന്നു. ഏതെങ്കിലും ഒരു ഫീൽഡറിൽ വൈദ്യുതി മുടങ്ങിയാൽ ഒരു പ്രദേശമാകെ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഒരേ ട്രാൻസ്ഫോമർ കേന്ദ്രീകരിച്ച് ലോഡ് ബ്രേക്കർ സ്വിച്ചുകൾ സ്ഥാപിക്കുകയും കാലപ്പഴക്കം ചെന്ന ലൈനുകളും പോസ്റ്റുകളും അടിയന്തരമായി മാറ്റുകയും AB കേബിളുകൾ മാറ്റി കവേർഡ് കണ്ടക്ടർ സ്ഥാപിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം ഫണ്ടിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നതിന് പ്രൊജക്ട് തയ്യാറാക്കി സമർപ്പിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രഞ്ജിത്ത് വിനഭവൻ, ചാർലി ഐസക്, ആനന്ദ് വെള്ളൂക്കുന്നൽ, ജോസൂട്ടി ജോസഫ്, ജിജി തമ്പി, ഇസമ മാത്തച്ചൻ, ബീന ടോമി, താലൂക്ക് വികസന സമിതി അംഗം പീറ്റർ പന്തലാനി, മറ്റ് വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷിത വിദ്യാരംഭം 2025. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ചു, സ്റ്റിക്കർ പതിച്ചു, ബസ് ജീവനക്കാർക്ക് പരിശീലനം. കോട്ടയം ജില്ലയിൽ കോവിഡ് കേസുകൾ മെല്ലെ ഉയർന്നു. ജില്ലയിൽ 72 പോസിറ്റീവ് കേസുകൾ. ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് ആരോഗ്യവകുപ്പ്. KSEBയുടെ കൈത്താങ്ങ്. ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റടി മഹോത്സവം. ഞാറുനട്ട് കൃഷിമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ചെലവ് കുറയുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.